ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസും അത് കൂട്ടി കഴിക്കാനുള്ള ഒരു സോസുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെ മോമോസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ മോമോസ് ആയതുകൊണ്ട് നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ്റെ പീസുകൾ കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു അടപ്പ് അതല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി, ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവ ചേർത്ത് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് സ്വല്പം വെള്ളമൊഴിച്ച്, സ്വല്പം മാത്രം വെള്ളമൊഴിച്ചാൽ മതി, ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ സ്വല്പം വെള്ളമൊഴിച്ച് നമ്മളിതൊന്ന് 2-3 വിസിലടുപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് തയ്യാറാക്കാം. അതിനായിട്ട് 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ സാദാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്വല്പമായിട്ട് പച്ചവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് ഡ്രൈ ആയി വരാതിരിക്കാൻ അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ച് ഞാനതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 3 പച്ചമുളക്, ഒരു സബോള, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇതൊക്കെയാണ്. നമ്മളിവിടെ ചോപ്പറിലാണ് ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നത്. ഒരു സബോള അരിഞ്ഞതും പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ നമ്മുടെ കറിവേപ്പില, മല്ലിയില ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് നല്ലൊരു പൊടി പോലെ നമ്മൾ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ മിക്സിയിൽ അടിച്ചെടുക്കേണ്ടവർക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിലും നന്നായിട്ട് എനിക്ക് തോന്നിയത് ഈ ചോപ്പറിൽ തന്നെ നമ്മൾ ഒന്ന് അടിച്ചെടുത്തപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് നല്ല സ്മൂത്തായിട്ടും നല്ല ചെറിയ പീസുകളായിട്ടും നമുക്ക് ഇത് പൊടി പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നമ്മുടെ ചിക്കൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതും നമ്മുടെ മല്ലിയില, വേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കുത്തുമുളകും അതുപോലെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ മിക്സിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് സ്മൂത്തായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ മുറിച്ച് പീസുകളാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാനുള്ളതാണ്. നമ്മുടെ ചപ്പാത്തി മാവ് പോലെ പരത്തിയെടുക്കുകയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വലുതാക്കി പരത്തിയെടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഷേപ്പുള്ള വസ്തു വെച്ചിട്ട് നമ്മളിതൊന്ന് വല്ല അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം വെച്ചിട്ടോ നമ്മൾ ചെറിയ വട്ടത്തിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ചെറിയ ബൗൾ വെച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഇത് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വലിപ്പത്തിൽ കൂട്ടിയൊക്കെ എടുക്കാൻ പറ്റും. ഞാനപ്പോൾ ഈ ഒരു ചെറിയ വലിപ്പത്തിലാണ് ഇത് മുറിച്ച് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ മാവിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ നമ്മുടെ ചിക്കനും മല്ലിയില ഇതൊക്കെ വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിവുള്ള ആൾക്കാരുകളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാതും ഈ ഒരു മോഡലിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ഇഡ്ഡലി പാത്രം ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവി വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇതെല്ലാം ഓരോന്നായിട്ട് നമ്മൾ പറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആവി വരണം. ഞാനിവിടെ 10 മിനിറ്റാണ് ഇത് ആവി കയറ്റി എടുത്തിട്ടുള്ളത്. അധികം നേരം നമ്മൾ ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ മോമോസ് ഭയങ്കര ഹാർഡായി വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഒരു 10 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം എന്താണ് നല്ല സ്മൂത്തായിട്ടുള്ള മോമോസ് നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകുന്ന സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ മോമോസ് തയ്യാറാക്കി നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി, 3-4 വറ്റൽമുളകും, ഒരു തക്കാളി ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്.
ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ഈ തക്കാളിയുടെ മുകളിലുള്ള സ്കിന്നെല്ലാം പൊളിഞ്ഞു വരും. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. ഇതിൽ നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വറ്റൽമുളക് കൂട്ടി ഇട്ടാൽ മതി. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് കുറവാണ് നല്ലത്. നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് ഇട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന പോലെ അതേ ടേസ്റ്റുള്ള മോമോസാണ് നമ്മളിവിടെ തയ്യാറാക്കി നോക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.